ഹലോ, വെൽക്കം ടു ദീഷാസ് വ്ലോഗ്. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നതിനും ബ്ലഡ് ക്ലോട്ടിംഗ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് വെളുത്തുള്ളി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഞാൻ ആദ്യം ഒരു ചീൻചട്ടിയിൽ 2 ടീസ്പൂൺ ഉലുവയിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഇളക്കണം. ഒന്നത് ചൂടാവുമ്പം നമുക്ക് കടുക് പൊട്ടുന്ന പോലെ ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങും. ആ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഞാനൊരു 150 ഗ്രാം ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഈ ഉണക്കമുളകും ആ ഉലുവ വറുത്തത് ഒന്ന് തണുത്തതിന് ശേഷം രണ്ടും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി വേണ്ടത് ഒരു 4 ചെറുനാരങ്ങയുടെ ജ്യൂസാണ്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടാവുമ്പോൾ ഒരു 2 തവി നല്ലെണ്ണ എടുത്ത് ഒഴിക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കായപ്പൊടി ചേർക്കാം. ഒരു 1.5 ടീസ്പൂണോളം കായപ്പൊടി ചേർത്തിട്ടുണ്ടാവും. ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി 2 മിനിറ്റോളം ഒന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ ഉണക്കമുളകും ഉലുവയും കൂടി ചേർത്ത് പൊടിച്ചത് ചേർക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ സാദാ ജീരകപ്പൊടിയും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഈ പൊടി എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ എടുത്തു വെച്ച ചെറുനാരങ്ങയുടെ നീരിലേക്ക് ഒരു 1.5 തവി വിനാഗിരി ചേർക്കാം. ഇത് പാനിലേക്ക് ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിന് ഉപ്പുമിട്ട് ഒന്നും കൂടി ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഗാർലിക് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.